നമ്മുടെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയയ്ക്ക് സ്വാധീനമുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണ്. നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സോഷ്യൽ മീഡിയയിലൂടെയാണ്. എന്നാൽ ദിവസവും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സ്ക്രോൾ ചെയ്യുന്നതും എല്ലാം നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും വിചാരങ്ങളെയും എല്ലാം പതിയെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിലധികവും നെഗറ്റീവ് കാര്യങ്ങളാണ്. സത്യത്തിനും സമാധാനത്തിനും പകരം ഭയം, കമ്പാരിസൺ, ആങ്സൈറ്റി, പ്രൈഡ് ഇവയൊക്കെയാണ് അവ മുന്നോട്ട് വെക്കുന്നത്. വാട്ട് യു ഫീഡ് കണ്ടിന്യൂസ്ലി വിൽ ഗ്രോ ഇൻ യുവർ ലൈഫ്. നമ്മൾ സ്ഥിരമായി കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ തീരുമാനങ്ങളെ, സമാധാനത്തെ പതിയെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പലരെയും കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ട്, അവരെ പോലെ ആകുവാൻ ശ്രമിക്കാറുമുണ്ട്. എന്നാൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്കും മോട്ടിവേഷണൽ സ്പീക്കർക്കും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധ്യമല്ല. അനുകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തി യേശു മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ അത് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാകൂ. ഈ ലോകത്തിൽ നിങ്ങൾ ആരെയെല്ലാം സ്നേഹിച്ചാലും ചിലപ്പോൾ അവരെല്ലാം നിങ്ങളെ കൈയൊഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ കൈവിട്ടേക്കാം. എന്നാൽ അന്ത്യം വരെ കൂടെ ഉണ്ടെന്ന് ഉറപ്പു തരുന്നൊരു ദൈവം യേശു മാത്രമാണ്. ഈ ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം തരുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ സാധ്യമാകൂ. ബൈബിൾ വെറും ഒരു മതഗ്രന്ഥമല്ല, അത് ജീവിതം എങ്ങനെ നയിക്കണമെന്ന് പറഞ്ഞു തരുന്നൊരു യൂസർ മാനുവലാണ്. ജീവിതത്തിലെ ഏത് സാഹചര്യത്തെയും തരണം ചെയ്യാൻ ബൈബിളിന് നിങ്ങളെ സഹായിക്കും. ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ ഏത് ബഹളങ്ങളെക്കാളിലും സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വരണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. കാരണം ഇന്ന് നിങ്ങൾ എന്ത് കാണുന്നുവോ അതായിരിക്കും നാളെ നിങ്ങൾ എന്തായി തീരുന്നു എന്ന് തീരുമാനിക്കുന്നത്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.